എന്റെ കൺമുന്നിൽ വെച്ച് ആ ക്രൂരകൃത്യം ചെയ്തവരെ രക്ഷിക്കാൻ അലീബി എവിഡൻസ് ഉണ്ടായിരുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ നിയമം നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ച ഈ ജനപ്രതിനിധി ഉണ്ടായിരുന്നു. തെളിവുകളുടെ പിൻബലം മാത്രം നോക്കുന്ന നിയമം. ഇതിന്റെ പേര് നീതി എന്നാണെങ്കിൽ ഞാൻ പറയും ആ വാക്കിന് അർത്ഥം നഷ്ടപ്പെട്ടുവെന്ന്. അപരാധികളെന്ന് സത്യം ബോധ്യപ്പെടുത്തിയ അവരെ 7 പേരെയും അലീബി എന്ന സ്ഥാപിച്ചെടുത്ത തെളിവുകൾ രക്ഷപ്പെടുത്തി. അവർ 7 പേരും ഒന്നും ജീവിച്ചിരിപ്പില്ല. സത്യം എന്തുമാവട്ടെ, അവരെങ്ങനെ കൊല്ലപ്പെട്ടു? അത് തെളിയിക്കാൻ ഇവിടുത്തെ നിയമത്തിന് ശക്തിയുണ്ടോ? ഐ എം സേയിങ് എ ബിഗ് നോ. ഇല്ല സാർ, തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്ക് കഴിയില്ല. ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ സംശയിച്ചു. പക്ഷേ കൊല്ലപ്പെട്ടവർ എനിക്കെതിരെ പ്രയോഗിച്ച അതേ അലീബി എവിഡൻസിന്റെ എന്റെ രക്ഷയ്ക്കെത്തി. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഓരോരോ സ്ഥലങ്ങളിലായിരുന്നു. ജഡ്ജിയുടെ വീട്ടിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ, കോൺഫറൻസ് ഹാളിൽ. ഈ അലീബികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാൻ എത്ര പേരെ വേണമെങ്കിലും നിരത്താം. നിയമത്തിന്റെ വായു മൂടിക്കെട്ടാൻ ഈ തെളിവുകൾക്ക് ഇന്ന് ശക്തിയുണ്ട്. എന്നെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ന്യായാസനത്തിന് കഴിയില്ല. ആൻഡ് ഐ നോ ഇറ്റ്. ചിതലരിച്ചുപോയ താളുകളിലെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ വാക്കുകൾക്കപ്പുറത്ത് സത്യത്തെ കാണാൻ ഇവിടുത്തെ നിയമത്തിന് സ്വാതന്ത്ര്യമില്ല. ഈ മറവറ്റി എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ മറ്റെല്ലാത്തിലും വലുത് എനിക്കെന്റെ മനസാക്ഷിയാണ്. എന്റെ കണ്ണുനീര് കാണാൻ കൂട്ടാക്കാത്ത നിയമത്തെ ഞാൻ കയ്യിലെടുത്തു. അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ കണക്കുകൾ ഞാൻ വീട്ടി. രക്ഷപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ പക്ഷേ പകരം ശിക്ഷിക്കപ്പെടുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പാവം അരുണായിരിക്കും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഞാൻ രക്ഷപ്പെട്ടാൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്. എന്നോട് തെറ്റ് ചെയ്ത നിയമത്തോട് ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ പിന്നെ ഞാൻ ആരായി? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ പഠിച്ച തൊഴിൽ മനുഷ്യരെ രക്ഷിക്കാനാണ്, വേദന അകറ്റാനാണ്. എന്നിട്ടും ഞാനൊരു കൊലപാതകയായി. ഒന്നല്ല, 7 തവണ. Yes, I did it. എന്റെ കഥ, എന്റെ ഈ ശബ്ദം മന്നിച്ചുറങ്ങിപ്പോയ നിയമത്തിന്റെ കണ്ണുറപ്പിക്കാൻ ഉതകുമെങ്കിൽ ഈ ജന്മം കൊണ്ട് അത്രയും സാഫല്യം നേടിയെന്ന് ഞാൻ കരുതും. 7 കൊലപാതകങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. വേണമെന്ന് കരുതിക്കൂട്ടി തന്നെ പൂർണ്ണ മനസ്സോടെ ഞാനത് ഏറ്റുപറയുന്നു.